മക്കളെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഡേറ്റ് വന്നിട്ടുണ്ട്. ജനുവരി 7 മുതൽ ജനുവരി 11 വരെയാണ് സ്കൂൾ കലോത്സവം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 7 മുതൽ 11 വരെ തൃശ്ശൂർക്കാർ ഒരു പൂരത്തിനു കൂടി എന്ത് ചെയ്യുക, സാക്ഷ്യം വഹിക്കുകയാണ്. അതുപോലെ TTI കലോത്സവം സെപ്റ്റംബർ 1 നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ശാസ്ത്ര കലോത്സവം പാലക്കാട് ജില്ലയിലും നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്കൂൾ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഭവമാണ് സ്കൂൾ കലോത്സവം. മക്കളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ, പ്രത്യേകിച്ച് SSLC-ക്കാർ അല്ലെങ്കിൽ +2-ക്കാർ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഭവമാണ് സ്കൂൾ കലോത്സവം. അതുമാത്രമല്ല, നിങ്ങൾക്ക് SSLC-ക്കാർക്കാണെങ്കിൽ ബോണസ്, ഇപ്പം ജില്ലാ കലോത്സവത്തിലായാലും സബ് ജില്ലയിലായാലും പോലും പങ്കെടുത്തു കഴിഞ്ഞാൽ ബോണസ് പോയിന്റ് വരെ ലഭിക്കും. ഓക്കെ, സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ജില്ലാ ഗ്രേസ് മാർക്ക് മാത്രമല്ല, ഇപ്പം ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യുക, ഹയർ സ്റ്റഡിക്ക് പോകുന്ന സമയത്ത് ബോണസ് പോയിന്റ്, SSLC കുട്ടികൾക്ക് ബോണസ് പോയിന്റും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ഗ്രേസ് മാർക്ക് ഒന്നും നോക്കണം, ഗ്രേസ് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ സംഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് സ്കൂൾ കലോത്സവം. എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് പങ്കെടുക്കുക.